നമ്മൾ ചെവി ക്ലീൻ ചെയ്യാനായിട്ട് ഇയർബഡ്സോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ചെവിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചുമയുണ്ടാകുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇത് ഒരു റിഫ്ലെക്സ് റിയാക്ഷനാണ്. വളരെ കോമൺ ആയിട്ടുള്ള, അതിന് കൃത്യമായിട്ടുള്ള മെഡിക്കൽ എക്സ്പ്ലനേഷനുള്ള ഇയർ കോഫ് റിഫ്ലെക്സ് അഥവാ അർണോൾഡ്സ് നെർവ് റിഫ്ലെക്സ് എന്നാണ് അതിനറിയപ്പെടുന്നത്. വേഗസ് നെർവ്, ക്രേനിയൽ നെർവ് 10th, അതാണ് ഇയർ കനാലിലേക്ക് നമുക്ക് സെൻസേഷൻ സപ്ലൈ ചെയ്യുന്നത്. ഈ നെർവ് ചില ത്രോട്ട് റിഫ്ലെക്സിനെയും ചുമയുടെ റിഫ്ലെക്സിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നെർവ് ഒരു ഭാഗത്തേക്ക് മാത്രമല്ല പലയിടത്തേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ കണ്ടക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രത്യേക ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു റിഫ്ലെക്സ് ആയിട്ട് പരിണമിച്ചേക്കാം. ഇതേ കാര്യം തന്നെയാണ് ഹാർട്ട് അറ്റാക്കിൽ നമുക്ക് ഈ ചെസ്റ്റ് പെയിനോടൊപ്പം തന്നെ ഇടത് കൈയിലേക്കും വേദന പോകുന്നതായിട്ട് തോന്നാറുള്ളത്. ചിലപ്പോൾ അത് തൊണ്ടയുടെ ഭാഗത്തോ താടി എല്ലിനോ ഒക്കെ വേദനയായിട്ട് നമുക്ക് തോന്നുന്നത് ഇതേ ഈ ഒരു റിഫ്ലെക്സ് മെക്കാനിസം കൊണ്ടാണ്. അപ്പോൾ ഇയർ കനാൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ഇയർ ബഡ് വെച്ച് നമ്മൾ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് ക്യാൻ ട്രിഗർ എ കോഫ് ത്രൂ ദിസ് ഷെയർഡ് നെർവ് പാത്വേ. ഈ ക്ലീനിങ് ഓർ ടച്ചിങ് ദ ഇയർ കനാൽ വിൽ സ്റ്റിമുലേറ്റ് ദ വേഗസ് നെർവ് ആൻഡ് കോസസ് എ കോഫ് റിഫ്ലെക്സ്. ഇത് ഡേഞ്ചറസ് ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് എ സൈൻ യു ഷുഡ് അവോയ്ഡ് യൂസിങ് ഇയർബഡ്സ് ഇൻസൈഡ് ദ ഇയർ കനാൽ. ദ ക്യാൻ കോസ് ഇറിറ്റേഷൻ, വാക്സ് ഇമ്പാക്ഷൻ ഓർ ഈവൻ ഇഞ്ചുറി ടു ദ ഇയർ ഡ്രം. അത് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഇയർ ഡ്രമ്മിനെ ചിലപ്പോൾ റപ്ചർ ചെയ്യാം. അതുപോലെ ഉള്ളിലുള്ള വാക്സ്, ഇയർ വാക്സ് വീണ്ടും ഉള്ളിലോട്ട് തന്നെ തള്ളി തിരികെ വയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇയർ വാക്സ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരിക്കലും ഇങ്ങനെ ബഡ്സ് ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പ്രത്യേകമായിട്ടുള്ള ഡ്രോപ്സ് ഉണ്ട്. വാക്സ് ഇയർ ഡ്രോപ്സ് എന്നുള്ള പേരിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഇയർ ഡ്രോപ്സ് കിട്ടും. അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അത് ഒരു ENT സർജൻ്റെ അടുത്ത് പോയി ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പല അപകടങ്ങളും ഉണ്ടായേക്കാം. ഇറ്റ് ക്യാൻ എക്സ്പീരിയൻസ് പെയിൻ, ഡിസിനസ് ഓർ ഡിസ്ചാർജ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് പരമാവധി നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്.